ടെൻഷൻ ആയിരിക്കും നാളെ എക്സാം ഹാളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വില്ലനായി മാറുക. സോ എക്സാം ഹാളിലെ എൻട്രിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ബബ്ലിംഗ് ചെയ്യുമ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ ഒരുപാട് നാളുകളുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ നാളെ നമ്മൾ നീറ്റ് എക്സാം ഹാളിലേക്ക് പോവാണ്. ടെൻഷനോ കാര്യങ്ങളോ ഒന്നും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ നാളെ എക്സാം ഹാളിൽ നമ്മുടെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത് ടെൻഷൻ തന്നെയായിരിക്കും. ടെൻഷൻ ആവാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും നല്ല പ്രിപ്പറേഷൻ എക്സാമിന് വേണ്ടി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ 100% വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, എക്സാം ഹാളിലെ എൻട്രിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ കരുതി വെക്കുക. അഡ്മിറ്റ് കാർഡ് ആയാലും അഡ്മിറ്റ് കാർഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്ത, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ കൊടുത്ത, സെക്കൻഡ് പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്ത, കൃത്യമായും വൃത്തിയായും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കയ്യിൽ കരുതുക. ദെൻ ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് വേണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകും. ചൂടുള്ള സമയമാണ്, ദാഹിക്കും. അപ്പോൾ വെള്ളം ബോട്ടിൽ കരുതുക. ബോട്ടിൽ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് പാടില്ല. എക്സ്ട്രാ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതണം. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അല്ല, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതാണ്. അവിടെ ചെന്നിട്ട് അതിൽ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ പോലും ഇൻവിജിലേറ്റർ കൃത്യമായിട്ട് നിങ്ങളെ ആ കാര്യത്തിൽ സഹായിക്കും. ഒരു ടെൻഷനും വേണ്ട. നല്ല ഡ്രസ്സിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഡ്രസ്സിങ്ങിൽ ഒരുപാട് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സസും യൂസ് ചെയ്യാൻ പാടില്ല. വീണ്ടും അത് പറയുന്നില്ല. ഡ്രസ്സിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. മെറ്റാലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ധരിക്കാനായിട്ട് പാടില്ല. മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പാരൻസിനെ ഏൽപ്പിക്കുക. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫോളോ ചെയ്ത് എക്സാം ഹാളിൽ എത്തിയാൽ എൻട്രീനെ പറ്റി പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ ഫ്രിസ്കിങ്ങും ബയോമെട്രിക്കും ഒക്കെ കാണും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തണം കേട്ടോ മക്കളെ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 11 മണിക്ക് തന്നെ എത്തുക. നിങ്ങൾ 1:30 ഗേറ്റ് ക്ലോസിങ്. ആ ടൈം വരെ നിൽക്കരുത്. അതിനുവേണ്ടി ഇന്ന് തന്നെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടെത്തുക. എവിടെയാണ് നീറ്റ് എക്സാം നടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ, അവിടേക്കുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അറിഞ്ഞു വെക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിയിലല്ല പോകുന്നതെങ്കിൽ ബസ്സുണ്ടോ ഓട്ടോ ഉണ്ടോ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്തിയാൽ തന്നെ പകുതി കാര്യങ്ങൾ ആശ്വാസമായി. അവിടെ നിങ്ങൾക്ക് ബയോമെട്രിക്കും എല്ലാം കഴിഞ്ഞ് കൃത്യസമയത്ത് എക്സാം സെൻറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിനർ തരുന്നതായിരിക്കും. എല്ലാ ഡൗട്ടുകളും, എന്ത് ഫില്ല് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻവിജിലേറ്ററോട് ചോദിച്ചിട്ട് മാത്രം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ മനസ്സിൽ കാണും, അയ്യോ ഞാൻ ഫില്ല് ചെയ്തത് കറക്റ്റ് ആണോ, എൻ്റെ പേപ്പർ വാല്യൂ ചെയ്യില്ലേ. ഈ ടെൻഷൻസ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ഫില്ല് ചെയ്യുന്നതിന് മുൻപും സംശയമുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിക്കാം. ദെൻ നല്ല വൃത്തിയായിട്ട് OMR ഫില്ല് ചെയ്യുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. അതിൽ നിങ്ങളുടെ പാരൻസിൻ്റെ നെയിമും നിങ്ങളുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ നമ്പർ അല്ല, നമ്മുടെ റോൾ നമ്പറാണ് അതിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ദെൻ ബുക്ക്ലെറ്റിൻ്റെ കോഡ് എഴുതണോ, നമ്പർ എഴുതണോ, ഇക്കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിക്കുക. ഓരോ ചോദ്യങ്ങളും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ചോദ്യത്തിന് ക്ലോസ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഓപ്ഷനിൽ കാണും. അതൊന്നും ബബിൾ ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായ ആൻസർ മനസ്സിലാക്കിയ ശേഷം മാത്രം ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കോളം ഫില്ലായിരിക്കണം. പുറത്തേക്ക് പോകാൻ പാടില്ല. അല്ലെങ്കിൽ പാർഷ്യൽ ബബിളിങ് അവർ നോക്കില്ല. ടിക്ക് ഇടാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് കറുപ്പിക്കുക തന്നെ നിങ്ങൾ ചെയ്യണം. ഒരു ഓപ്ഷൻ മാത്രം പിക്ക് ചെയ്യാം. ചിലപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒന്നിലധികം ഓപ്ഷൻസ് ബബിൾ ചെയ്താൽ ആ ഒരു OMR ഷീറ്റ് വാല്യൂ ചെയ്യത്തില്ല. ഒറ്റ ഓപ്ഷൻ മാത്രമായിരിക്കും NTA കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ചോദ്യത്തിന് ഒറ്റ ഓപ്ഷൻ മാത്രം പിക്ക് ചെയ്യുക. A, B, C അല്ലെങ്കിൽ D. മക്കളെ, നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു ചോദ്യം തെറ്റിയാൽ -1 നെഗറ്റീവ് മാർക്കായിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ടെൻഷൻ അടിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മറന്നു പോകത്തേ ഉള്ളൂ. സോ ടെൻഷൻ ഒന്നും ഇല്ലാതെ കൂളായിട്ട് എക്സാം ഹാളിലേക്ക് എത്തുക. നല്ല പ്രാർത്ഥിച്ച് മനസ്സൊക്കെ നല്ല കൂളായിട്ട്, മൈൻഡൊക്കെ നല്ല കാമായിട്ട് വെച്ച് എക്സാം ഹാളിലേക്ക് കയറുക. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും. അത് ഓർമ്മിച്ചെഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക മക്കളെ. ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഈ വർഷം കിട്ടട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ സീറ്റ് തന്നെ, ആ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഒരു ഡോക്ടറായി മാറാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.